ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ പോള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് 4 മണി സമയത്തൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും തയ്യാറാക്കണം തോന്നുമ്പോൾ ചിക്കനും മാക്രോണിയും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സവാള കാര്യങ്ങളൊന്നും വഴറ്റി ടൈം കളയേണ്ട ആവശ്യമില്ല. എല്ലാം പെട്ടെന്ന് ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു മാക്രോണി പോളയിലേക്ക് ആവശ്യമായിട്ടുള്ള മാക്രോണി ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിൽ ഞാൻ അത്യാവശ്യം നല്ലപോലെ വെള്ളം വെക്കുക കേട്ടോ. കാരണം കുറച്ച് വെക്കാൻ പാടില്ല, കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെച്ചിട്ട് വേണം മാക്രോണി വേവിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാനൊരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. കാരണം നിങ്ങൾക്കറിയാമല്ലോ മാക്രോണിയിൽ എത്ര ഇട്ട് കഴിഞ്ഞാലും നമുക്ക് പിടിച്ച് കിട്ടാതെ പോലെ തോന്നും. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്രോണി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ വേവുന്ന സമയത്ത്. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ വെള്ളം ഇപ്പം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നോർമൽ ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് അധികം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പൊക്കെ മാത്രം മതി. അപ്പോൾ ഇതാ 3 കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, മാക്രോണി എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലത്തെ നല്ല ചെറിയ മാക്രോണി തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. പല ടൈപ്പിലും വരുന്നുണ്ടല്ലോ, നീളത്തിലും വരുന്നുണ്ട്, ഇതിൻ്റെ തന്നെ സൈസ് വലുപ്പത്തിലൊക്കെ വരുന്നുണ്ടല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏറ്റവും ചെറിയ മാക്രോണി നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വേവ് നന്നായിട്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റായി കിട്ടുന്നവർ തന്നെ വേവണേ. അപ്പോൾ ഇതാ നമ്മുടെ മാക്രോണി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 300 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് അത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് ക്യാബേജ് വേണം, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു 1-2 സ്പൂണ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ്, സവാള, ഇതൊക്കെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒന്നും അളവ് കറക്റ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാം. നിങ്ങൾ എത്ര മാക്രോണി എടുക്കുന്നോ അതിൽ മിക്സ് ആവാനുള്ള പാകത്തിന് എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മയോണൈസ് വേണം. അപ്പോൾ ഞാനിവിടെ 1 മുട്ടയുടെ മയോണൈസാണ് അടിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയും റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാബേജ് ഞാനൊരു 200-230 ഗ്രാമോളാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം കുറച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം മാക്രോണി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 കപ്പൊക്കെ ചെയ്യുമ്പോൾ ഇത്രക്കൊന്നും വേണ്ട കേട്ടോ വെജിറ്റബിൾസ് ഒന്നും. അടുത്തത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മയോണൈസും കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വേണമെന്നുള്ള ക്രീമി ആയിട്ട് വരുന്നത് വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ, കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൽ നിന്ന് കഴിക്കുന്ന സമയത്ത്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ചിക്കനിലും മയോണൈസിലൊക്കെ ഉപ്പിട്ടിട്ട് അടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിക്സ് ചെയ്യട്ടെ എത്രത്തോളം മയോണൈസും ഉപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത്. എൻ്റെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് മയോണൈസിൻ്റെ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ കേട്ടോ. പക്ഷേ ഓവർ വെള്ളം ഒലിക്കുന്ന പോലെ ആക്കിയിട്ട് എടുക്കാൻ പാടില്ല, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇത്. ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇനി ഞാനിവിടെ വേറൊരു ബൗളിൽ ഒരു 7 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള മാക്രോണിയുടെ ക്വാണ്ടിറ്റിയിൽ 7 മതി. അഥവാ നിങ്ങളുടെ കയ്യിലുള്ള മുട്ട ചെറിയ ചെറിയ സൈസ് വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ ആണെങ്കിൽ ഒരു 8 9 ഒക്കെ നിർബന്ധമായിട്ടും വേണ്ടി വരും. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ഇല്ലേ, അത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുട്ടയും മാക്രോണിയും നല്ലപോലെ ജോയിൻ്റ് ആവണം കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോള ഭയങ്കര സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജാണ് കേട്ടോ. നമ്മുടെ മുട്ടയുടെ അളവാണ് മെയിനായിട്ട് ഈ ഒരു പോളയിൽ ശ്രദ്ധിക്കാനുള്ളത്. എങ്കിലേ നമുക്ക് പോള സെറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ മുട്ട കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മക്രോണിയും മുട്ടയും നമ്മുടെ പോളയും ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മക്രോണി വേറെ തന്നെ ഇങ്ങ് ഇളകി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് മുട്ടയുടെ അളവ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷവർമ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ മാക്രോണിയും മുട്ട മിക്സ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏതാണ്ട് ഒരു 5 മിനിറ്റോളം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലേ നമ്മുടെ മസാലയും മക്രോണിയൊക്കെ കൂടി നല്ലപോലെ ജോയിനായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇനി ഈ ഒരു സമയത്ത് നോക്കണം കേട്ടോ, നിങ്ങൾ ഉപ്പ് കുരുമുളക് പൊടിയുടെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ഈ ഒരു സമയത്ത് നോക്കണം. കാരണം ഇനി നമുക്കിത് വേറെ ഇടാൻ പറ്റില്ല കേട്ടോ, ഇതിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മളിനി സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ്. അതുപോലെ തന്നെ മുട്ടയുടെ അളവ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാണ് കേട്ടോ. അത് അളവ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്തായാലും മാക്രോണി സെറ്റായിട്ട് കിട്ടില്ല. അതൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അഥവാ ഇതുപോലെ നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ മുട്ട കുറവാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ വേറൊരു ബൗളിൽ മുട്ട എത്ര എണ്ണാണോ വേണ്ട അത് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും കുരുമുളകും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അതിപ്പോൾ ഉപ്പും എരിവൊക്കെ പാകമാണ് കേട്ടോ, ഞാനെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലപോലെ ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏത് എന്താ പറയുക നല്ല ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ ഉള്ള ഏത് ടൈപ്പ് ഗീയും എടുക്കാം. അതിപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ കൂടിയായിട്ട് തന്നെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കിത് എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഗീ ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടാവില്ല, അത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മാക്രോണിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്പൂൺ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല. ഇതുപോലൊരു സ്പൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ മുകൾ ഭാഗം കൂടി മാക്രോണി നല്ലപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാക്രോണി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരുടെയും ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, മുട്ടയുടെ അളവ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ മുകളിൽ മുട്ടയുടെ ആ ഒരു പത വരില്ല. ഈ ഒരു ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാക്രോണിൻ്റെ മുകളിൽ ചെറിയ രീതിക്ക് മുട്ടയുടെ ആ ഒരു പതയൊന്ന് കാണണം കേട്ടോ. അതാണ് കേട്ടോ പെർഫെക്റ്റ് അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മാക്രോണി പോള സെറ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേറ്റ് സ്റ്റൗവിൽ ഇതുപോലെ ഒരു പഴയ പാന് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മാത്രം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോണി ആയതുകൊണ്ട് തന്നെ അടിയിൽ നമ്മൾ ഒരുപാട് മുട്ടയുടെ മിക്സൊന്നും അങ്ങനെ ചേർക്കുന്നില്ലല്ലോ, പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഇതുപോലൊരു പഴയ പാന് വെച്ച് കൊടുത്തിട്ട് മാത്രം വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂർ എന്തായാലും വേണം കേട്ടോ. പിന്നെ ചിലവരുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിലും വ്യത്യാസം വരും. അപ്പോൾ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 35 മിനിറ്റിൻ്റെ അടുത്തായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വെച്ച ഉടനെ ഒരു 10-15 മിനിറ്റ് ആകുന്ന സമയത്ത് അടപ്പ് തുറന്നിട്ട് നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റ് ആവാറായിട്ടുണ്ട്. നമ്മുടെ പോള ഏതാണ്ട് ഒരു അടിഭാഗമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. മുകൾ ഭാഗം സെറ്റാവാൻ ഈ ഒരു ഐറ്റവും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം. മൊസറല്ല ചീസാണ് കേട്ടോ. ഇതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല. ഇതിൻ്റെ മുകൾ ഭാഗം മൊത്തത്തിൽ കവറാകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് സൈഡൊക്കെ ഒന്ന് കവറാകുന്ന രീതിയിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ മുകൾ ഭാഗവും നന്നായിട്ട് തന്നെ സെറ്റായിക്കോളും.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റും കൂടി വെക്കുക. അങ്ങനെ ടോട്ടൽ 30 to 35 മിനിറ്റ് കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് ഒരു 34 മിനിറ്റൊക്കെ ആയ സമയത്ത് എൻ്റെ പോള സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പോളയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിലും വ്യത്യാസം വരും. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടേനു. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഒട്ടും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചീസൊക്കെ കണ്ടില്ലേ, കാണാൻ നല്ല മുഞ്ചില്ലേ അല്ലേ, നന്നായിട്ട് മെൽട്ടായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം. ഇപ്പോൾ നമ്മുടെ പോള നല്ലപോലെ ചൂടാറായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം ചൂടാറിയതിന് ശേഷം നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പോള എത്രമാത്രം സെറ്റായിട്ടുണ്ട് എന്നുള്ളത്. സൈഡൊക്കെ നല്ലപോലെ ഇളകി വരും. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ എങ്ങനെയാണ്, ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടികളിലൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്